തത്സമയ പ്രാർത്ഥനയും ആരാധനയും ഇന്ന് രാത്രിയിലും ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അനേക പ്രിയപ്പെട്ടവർ നമ്മോടുകൂടെ ഈ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, യേശുവിനെ ആരാധിക്കുവാൻ നമ്മൾക്ക് കൃപ നൽകിയല്ലോ. തീർച്ചയായിട്ടും ഇന്ന് രാത്രിയിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് കർത്താവ് തന്നെ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളുമായി കയറി ചെല്ലാം. ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രിയങ്കല കുടുംബങ്ങൾ എല്ലാം അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു. ദൈവ സാന്നിധ്യത്തെ എല്ലാവരെയും മറയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലവിധമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളിലും കടന്നു പോകുന്നവരുണ്ട്. കർത്താവ്, അവർ ഓരോ വിഷയത്തിനും അങ്ങ് അത്ഭുതമായ മറുപടിയും വിടുതലും നൽകി കൊടുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ എല്ലാവരും എല്ലായിടത്തും സുഖമായി ഇരിപ്പാൻ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. തിരുപത്രേ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും 2462 ദിവസങ്ങൾ ഇന്ന് പൂർത്തീകരിക്കുക. പ്രത്യേകിച്ച് ഡിസംബർ 30 ആകുമ്പോൾ നമ്മൾ 2500 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. എത്രയോ പ്രിയപ്പെട്ടവർ ആമിനി ദിവസങ്ങൾ മാസങ്ങൾ കഴിയുമ്പോൾ തിരുപത്രേ ആത്മഹത്യയിൽ നിന്ന് പുറത്തു വന്നു. രോഗികൾ സൗഖ്യമായി, കുടുംബ തകർച്ചകൾ നോക്കുകയും കർത്താവ് അവരെ രക്ഷിച്ചു. അനേക സാക്ഷ്യങ്ങൾ പ്രിയങ്കല ശുശ്രൂഷയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതെ ബ്രദറെ, യേശു പറഞ്ഞത് ഭൂമിയിൽ നിങ്ങൾ 2 പേർ, അതായത് ഒന്നിലധികം പേർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നത് ഏത് വിഷയമാണെങ്കിലും സ്വർഗസ്ഥനായ പിതാവിൽ നിന്നും മറുപടി ഉണ്ട്. പ്രിയങ്കല വരുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ആ പ്രാർത്ഥനാ വിഷയം എഴുതാനുള്ള ഫോമിൽ എഴുതിയതിനു ശേഷം ഈ ഓൾട്ടറിൽ എത്തിക്കുന്നു. ലോകരാജ്യം മുഴുവനുള്ള നമ്മുടെ കുടുംബാംഗങ്ങളോട് കൂടെ നമ്മൾ ആ വിഷയങ്ങൾക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശു പറഞ്ഞ വചനം അതുപോലെ നിറവേറുന്നു. തീർച്ചയായിട്ടും ശ്രീമതി കർത്താവ് സഹായിക്കുന്നു. ദുബായിൽ നിന്നും ഒരു സഹോദരി അറിയിച്ച ഹസ്ബൻഡിന് 10 ദിവസമായി കോവിഡ് പോസിറ്റീവ് ആയിരുന്ന സമയത്തായിരുന്നു പ്രിയങ്കലയിൽ ഹസ്ബൻഡിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച ശ്രീമതി ആ കുടുംബത്തോടു കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു പൂർണ്ണ സൗഖ്യം നൽകിയെന്ന് അറിയിച്ചിരിക്കുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡ് ഭയങ്കരമായ മദ്യപാനം, കുടുംബത്തിൽ യാതൊരു സമാധാനവുമില്ല. ഈ വിഷയമാണ് പ്രിയങ്കലയിലെ പ്രാർത്ഥന കൊണ്ട് അറിയിച്ചെന്ന് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ചേട്ടന്റെ മദ്യപാനത്തിൽ നിന്നും കർത്താവ് പിടിവെച്ച് കുടുംബത്തിൽ വലിയ സമാധാനമുണ്ട് എന്ന് നമ്മെ അറിയിച്ചിരിക്കുന്നു. രാജ്യത്തിൽ പലയിടങ്ങളിലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അനേക പ്രിയപ്പെട്ടവരുടെ ജോലികൾ നഷ്ടപ്പെടുന്നു. ശ്രീമതി ആ പ്രിയപ്പെട്ടവരും പ്രിയങ്കലയിൽ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കുന്നു. ചെങ്ങന്നൂരിൽ നിന്നും ഒരു മാതാവ് അറിയിച്ചു, മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നാൽ കഴിഞ്ഞ 7 മാസമായി ജോലി നഷ്ടപ്പെട്ട് വളരെ പ്രയാസത്തോടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു പ്രിയങ്കലയിൽ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച ശ്രീമതി ഒരുമിച്ച് പ്രാർത്ഥിച്ചു. യേശു അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി നൽകി എന്ന് അറിയിച്ചിരിക്കുന്നു. കുവൈറ്റിൽ നിന്ന് വർഗീസ് ഇവിടെ അറിയിച്ചത് ഇങ്ങനെയാണ്, വീടിന്റെ പണി ആരംഭിക്കുന്ന വിഷയം പ്രിയങ്കലയിൽ പ്രാർത്ഥിക്കൊണ്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ വീടിന്റെ പണി തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. മാത്രമല്ല അത് കർത്താവിൽ തന്നെ ആശ്രയിച്ചു ആ വീടിന്റെ പണി പൂർത്തീകരിച്ചു. ഈ മാസത്തിൽ 12-ാം തീയതിയിൽ അതിൽ കയറി താമസിപ്പാനും സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. വർഷങ്ങളായിട്ട് സഹോദരന്റെ വിവാഹം നടക്കാൻ പല തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു തിരുവനന്തപുരത്തും ഒരു സഹോദരൻ ഈ വിഷയത്തിന് വേണ്ടി പ്രിയങ്കലയിൽ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച ശ്രീമതി ആ കുടുംബത്തോടു കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച തടസ്സങ്ങളെല്ലാം മാറി അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം യേശു നൽകിയെന്ന് അറിയിച്ചിരിക്കുന്നു. ഈ രാത്രി നമുക്ക് ഒന്നിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഓരോ കുടുംബത്തെയും അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഓരോ കുടുംബം നിറയപ്പെട്ട അപ്പോൾ തന്നെ ശാരീരികമായ പ്രയാസങ്ങളും രോഗങ്ങളിലും കടന്നു പോകുന്നവരുണ്ട്. ഈ രാത്രി ദൈവിക സൗഖ്യം അവർ അനുഭവിക്കണം. മറ്റ് മാനസികമായ വെല്ലുവിളികളെ പ്രശ്നങ്ങളിലെ പ്രയാസങ്ങൾ പോകുന്നവരുണ്ട്. ആ വിഷയത്തിനകത്ത് കർത്താവ് പ്രവർത്തിക്കണം. ദൂരത്തായിരിക്കുന്ന നമ്മുടെ പല പ്രിയപ്പെട്ട അവർ കടന്നു പോകുന്ന ഓരോ വിഷയങ്ങളുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ രാത്രി കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കാനായി നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗ്ഗീയ പിതാവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗത്താൽ വിഷമിക്കുന്നവരുടെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ചയിലായിരിക്കുന്നവരുടെ കർത്താവേ, വഴികളും വാതിലുകളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തുറക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവാഹം നടക്കാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, കുടുംബ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ഏത് വിഷയമാണെങ്കിലും യേശുവേ അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.
ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും യേശുവെ മഹിമപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുമ്പോൾ 84-ാം സങ്കീർത്തനം അതിൻ്റെ 4, 5, 6, 7 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. Psalm number 84, verse number 4, 5, 6 and 7. We are going to read together. ബൈബിൾ ഉള്ളവർ ബൈബിൾ എടുത്താട്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ ഞങ്ങൾക്ക് ആ തിരുവെഴുത്തുകൾ നൽകിത്തരാൻ സാധിക്കും. നമുക്ക് ഒന്നിച്ച് അല്പനിമിഷങ്ങളിൽ തിരുവെഴുത്തുകൾ വായിച്ച് യേശുവിൻ്റെ ജീവനും ബലവും നമുക്ക് അനുഭവിപ്പാൻ കഴിയണം. കർത്താവിലുള്ള വിശ്വാസത്തിന് അത് കാരണമായി തീരട്ടെ. Psalm number 84, verse number 4, 5, 6 and 7. സങ്കീർത്തനം 84-ന്റെ 4, 5, 6, 7 വാക്യങ്ങൾ. Psalms 84 verse 4, 5 and 6. Blessed are those who dwell in your house, they will still be praising you. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കും. Blessed is a man whose strength is in you, whose heart is set on pilgrimage. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. And as they pass through the valley of Baca, they make it a spring, and the rain also covers it with pools. കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണം ആയിത്തീരുന്നു. And verse number 7 says, they go from strength to strength, each one appears before God in Zion. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു, എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. What a great assurance that God gives us. Or these are the steps. Step number 1, 2, 3 and 4 to go from strength to strength in personal life. എത്ര വലിയൊരു ഉറപ്പാണ് കർത്താവ് നമുക്ക് ഈ വചനത്തിൽ നൽകി തന്നിരിക്കുന്നത്. ബലത്തിൽ നിന്നും ബലത്തിലേക്ക് കടന്നു പോകുവാനുള്ള സ്റ്റെപ്പ് നമ്പർ 1 പടി 1, പടി 2, പടി 3 ആണ് നാം ഇപ്പോൾ വായിച്ചത്. Step number 1, verse number 4 says, trust in the Lord at all times and be honoring Jesus all the days of your life. നാലാമത്തെ വാക്യത്തിലാണ് ഒന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത്. ഇപ്പോഴും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുകയും യേശുവെ മഹിമപ്പെടുത്തുകയും ചെയ്യുക. Verse number 5 says, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. Find Jesus as the strong tower of your life is the second stage to go from strength to strength. രണ്ടാമത്തെ ബലത്തിൽ നിന്നും ബലത്തിലേക്ക് പോകുവാനുള്ള രണ്ടാമത്തെ കാര്യം യേശുവിനെ മാത്രം ജീവിതത്തിന്റെ ബലമായിട്ട് തിരഞ്ഞെടുക്കുക. Blessed is the man. We find people are being accelerated or advertised as blessed man, blessed woman when they have a lottery. But we find people who have received lottery due to massive heart attack of overjoy. They died. They couldn't use the money which they got it. Yes. നാം പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ഒരു വലിയ ലോട്ടറി അടിക്കുമ്പോൾ അവൻ എന്തൊരു ഭാഗ്യവാനാ, ഭാഗ്യവതിയാ. പക്ഷേ എത്ര പേരുണ്ടെന്നറിയാമോ ലോട്ടറി അടിച്ചു കഴിയുമ്പോൾ ആ സന്തോഷം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നവര്. Bible says, who is the real blessed one in the world? എന്നാൽ ബൈബിൾ എന്തു പറയുന്നു? ആരാണ് അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ? Blessed is he who finds his trust in the absolute creator of the ends of the earth, in Jesus. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യേശുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ് അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ. All of us are created to go from strength to strength, no matter what happens around us. നമ്മുടെ ചുറ്റും എന്ത് സംഭവിച്ചാലും നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നാം മേൽക്കുമേൽ ബലത്തിലേക്ക് വരണമെന്നുള്ളതാ. Now step number 1 we have seen. Step number 2 we have seen. Step number 3, when they pass through the valleys of shadows of death. കണ്ണുനീർ താഴ്വര,
It's probably an indispensable stage of every human being under the sky. കണ്ണുനീരിന്റെ താഴ്വര അല്ലെങ്കിൽ കൂരിരുളിന്റെ താഴ്വര നമ്മൾ എല്ലാവരും ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ അതിൽ കൂടെ കടന്നു പോകേണ്ട Whether you are rich or poor, you may have to go through this road or this valley. സാമ്പത്തികം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു വഴിയിൽ കൂടെ എല്ലാവരും തന്നെ കടന്നു പോകേണ്ട സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. Whether you are influential or a poor person, not being known by anyone in the world, but still you may have to go through this valley. Amen. അറിയപ്പെടുന്ന വ്യക്തിയാണെങ്കിലും അല്ലെങ്കിലും പ്രസിദ്ധനായ വ്യക്തിയാണെങ്കിലും അപ്രസിദ്ധനാണെങ്കിലും ഈ ഒരു താഴ്വരയിൽ കൂടെ ഈ പറഞ്ഞതായ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ജീവിതത്തിൽ കൂടെ പോകേണ്ട അവസ്ഥ ഉണ്ടാകും. When you find Jesus as your absolute trust. എന്നാൽ ആ സമയത്താണ് യേശു കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവ മകനോ മകൾക്കോ ആ ഒരു സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നത്. When you pass through the valleys of shadows of death, that shadows of death will not conquer your life, dismantle your life, destroy or devastate your life. കൂരിരുൾ താഴ്വരയിൽ കൂടെ ആ നടക്കുമ്പോൾ ആ താഴ്വരയുടെ അനുഭവം അല്ലെങ്കിൽ ആ കൂരിരുളിൻ്റെതായ ആ ഒരു ഭീതിയോ ഭയമോ ഒന്നും ബാധിക്കാതെ വണ്ണം യേശു കർത്താവ് തരുന്നതായ ആ തണുപ്പ്, ആ ധൈര്യം കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കുന്നത് അനുഭവിപ്പാൻ കഴിയും. Bible says they go from strength to strength. ദൈവവചനം പറയുന്നു യേശുവിൽ ആശ്രയിക്കുന്നവർ ബലത്തിൽ നിന്നും ബലത്തിലേക്ക് കടന്നു പോകും. Beloved, you are born and created and destined and wired to go from strength to strength, even in this season of COVID-19 and all its after effects. ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ ജയത്തിൽ നിന്നും ജയത്തിലേക്ക് കടന്നു പോകുന്നവരായി തീരുവാൻ വേണ്ടിയാണ്. കർത്താവ് അങ്ങനെ തന്നെയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. He created you with that ability, with that system, with that thinking, with that dream that each of us will go from strength to strength, that we will become overcomers over the problems. എല്ലാ സാഹചര്യത്തിലും നമ്മൾ ജയാളികളായി തീരുവാനാണ് ദൈവം നമ്മളെ ദൈവത്തിന്റെ ശേഷിയാൽ നിറച്ചിരിക്കുന്നത്. In other words, beloved, each of us are fighters. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മൾ യുദ്ധ വീരന്മാരാണ്. Fight until you win. ജയാളികളായി തീരുന്നവരെയും യുദ്ധം ചെയ്യുന്നവരായി. God has not planned any defeat for you nor for me. അതിന്റെ കാരണം ദൈവം ആരും പരാജയപ്പെട്ടു പോകണമെന്ന് പദ്ധതിയിട്ടിട്ടില്ല. God wants each of us to fight until you win. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശേഷി എന്തെന്നറിയാമോ? ഏത് സാഹചര്യത്തെയും യേശുവിൽ കൂടെ ജയിച്ച് ജയാളിയായി തീരേണ്ടതിനാണ്. Until this moment you may not have experienced a favorable situation, but fight for your final victory. ഒരുപക്ഷെ ഇന്ന് വരെയുള്ള അനുഭവത്തിൽ എങ്ങോന്നും ഒരു ജയത്തിന്റെ ഒരു ശ്രുതി പോലും കേൾക്കുവാൻ കഴിയാതെ അല്ലെങ്കിൽ ജയത്തിന്റെ ആദ്യത്തെ പടി പോലും എത്താൻ കഴിയാത്ത ഒരു അനുഭവത്തിൽ ആകാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, യേശുവിൽ ആശ്രയിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന ആ ശേഷി നമ്മളെ ജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. Find Jesus as everything of your life. അതുകൊണ്ട് യേശു കർത്താവിനെ ജീവിതത്തിൽ എപ്പോഴും മുൻസ്ഥാനത്ത് വെക്കുക. He will be with you all the days of your life. യേശു കർത്താവ് എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഇരിക്കും. Even when you pass through the waters of valleys and shadows of death and pain and loneliness and devastation, still you will overcome it by the power of Him who has called you. നിരാശയുടെ നദിയിൽ കൂടെ യാത്ര ചെയ്യേണ്ട വരുമ്പോഴും പെരുവെള്ളങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട വരുമ്പോഴും അഗ്നി പോലത്തെ ശക്തമായ മാനസിക ശാരീരിക സാമ്പത്തിക പീഡയിൽ കൂടെ കടന്നു പോകുമ്പോഴും സംഭവിക്കുന്നത് യേശു കർത്താവ് നമ്മളെ ബലത്തിൽ നിന്നും ബലത്തിലേക്ക് കൊണ്ടുപോകും. They reach their destiny. Verse number 7 says they go from strength to strength, and again the second portion says they reach their destiny. Yes, they go from strength to strength and each one appears before God in Zion. എന്ന് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തേക്ക്, they reach where God has destined them to be. ആ ലക്ഷ്യസ്ഥാനത്തേക്ക്
ദൈവം നമ്മളെ കരം പിടിച്ച് Let's trust, കൊണ്ടെത്തിക്കും. let's pray, Lord, tonight. I want to be a man or a woman who will reach the destiny of my life. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ പരാജയപ്പെട്ടു പോകേണ്ട വ്യക്തിയല്ല, ഞാൻ യേശുവിൽ കൂടെ ഇപ്പോഴും ജയാളിയായി നിയമിക്കപ്പെട്ട വ്യക്തിയാകയാൽ Suicide is not my option. Trusting in Jesus, the creator of the ends of the earth, is my first and last choice, O Lord. എന്റെ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ആത്മഹത്യ അല്ല. എന്റെ തിരഞ്ഞെടുപ്പ് ആകാശത്തെയും ഭൂമിയെയും ഭൂമിയുടെ അറ്റത്തോളം സൃഷ്ടിച്ച യേശു കർത്താവിൽ വിശ്വസിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. I'm destined and created to reach my final destination. എന്റെ ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ആമീൻ ജയാളിയായി തീരുവാൻ വേണ്ടിയാ, ജയാളിയാക്കി തീർക്കുവാൻ When വേണ്ടിയാ. God is there to strengthen me, I need him now in my life, oh God. എന്റെ കർത്താവിനെ ബലപ്പെടുത്തുവാൻ എനിക്ക് വേണ്ടി ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് കൊണ്ട്, എന്റെ യേശു എനിക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് ഞാൻ യേശുവെ തന്നെ മുറുകെ I പിടിക്കും. can become more than a conqueror in Jesus now. യേശു ക്രിസ്തുവിൽ കൂടെ ഞാൻ ഒരു ജയാളിയാണ്. By my God, I can leap over the walls. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. Yes, I am more than a winner in Jesus. ഞാൻ യേശുവിൽ കൂടെ ജയാളിയെക്കാളും ഒരു ജയാളിയാണ്. Yes, Lord, help me, Lord, that I will be a winner, a man or a woman of Hallelujah. destiny and purpose of God, oh God. കർത്താവേ, എന്നെ ഒരു ജയാളിയാക്കണം മാത്രമല്ല, ദൈവം എന്നെ കുറിച്ച് പദ്ധതിയിട്ടിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും എന്നിൽ കൂടെ കർത്താവ് ഈ ഭൂമിയിൽ നിറവേറ്റണം. Bless us together, heal us together. In Jesus' name we pray. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ, ഒരുമിച്ച് കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Amen. സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായിട്ട് വീണ്ടും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുന്നു. കർത്താവേ, ഈ സന്ധ്യയെങ്കിൽ കർത്താവേ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ ലഭിച്ച ഭാഗ്യത്തിനായി, ഈ മഹാഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുമ്പോൾ തന്നെ കർത്താവേ, ഞങ്ങൾ ഒന്നറിയുന്നു കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നവർക്ക് ബലമുണ്ടല്ലോ കർത്താവേ. അവർ മേൽക്കുമേൽ ബലം പ്രാപിപ്പാൻ, ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരും മേൽക്കുമേൽ ബലം പ്രാപിപ്പാൻ ഇന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും, കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോയാൽ കർത്താവേ, അതിനെ അവിടുന്ന് ജലാശയമാക്കി തീർക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഓരോരുത്തരെ കുറിച്ച് കാണുന്ന സ്വപ്നം കർത്താവേ, ഓരോ പുരുഷനെ കുറിച്ചും ഓരോ സ്ത്രീയെക്കുറിച്ചും അങ്ങ് കാണുന്ന സ്വപ്നം കർത്താവേ, അത് യാഥാർത്ഥ്യമായി തീരട്ടെ. ഓരോ വ്യക്തിയും യേശുവിൽ ജയാളിയായി തീരട്ടെ കർത്താവേ. അവരും അവരുടെ കുടുംബാംഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ രാത്രിയെങ്കിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. സോൻ സാറേ, വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി നമ്മൾ കേട്ടതുപോലെ വിജയകരമായ ഒരു ജയജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിലൊക്കെ നമ്മൾ തളർന്നും ക്ഷീണിച്ചും പോകുന്നവരായിട്ടല്ല, മറിച്ച് ആമീൻ വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക്, മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക്, ശക്തിയിൽ നിന്നും ശക്തിയിലേക്ക് പോകുന്നവരായിരിക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവ് ഓരോ കുടുംബങ്ങളെയും അതിനെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമീൻ. തിരുവനന്തപുരത്ത് നിന്നും ഒരു സഹോദരി നമ്മളെ അറിയിച്ചത്, വർഷങ്ങളായിട്ട് ഇവിടെ ഹൃദയത്തിൻ്റെ സ്വപ്നവും ആഗ്രഹവുമായിരുന്നു സ്വന്തമായ ഒരു ഭവനം പണിയുക എന്നുള്ളത്. സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തം അത് പൂർത്തീകരിക്കാൻ കഴിയാതെ വളരെ വിഷമിക്കുന്ന സമയത്താണ് പ്രിയങ്കയിൽ ആ പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറഞ്ഞു. ഒരുമിച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് സഹായിച്ചു എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. മറ്റു സഹോദരി തുമ്പപ്പണി നിന്ന് അറിയിക്കുന്ന ഭവനത്തിൻ്റെ പണി തീർക്കുവാൻ സാധിച്ചു. ഇത് പ്രേംകേളയിൽ വിളിച്ച് പ്രാർത്ഥിച്ച മുഖാന്തരമാണ് ഇത് നടന്നത്. അതുമാത്രമല്ല, ഇന്ന് അതിൻ്റെ പാലുകാച്ചൽ നടക്കുകയാണ്, പ്രാർത്ഥന ആവശ്യപ്പെട്ടുമുണ്ട്. തീർച്ചയായിട്ടും സോൻ സാറെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ആയൂരിൽ നിന്നും ഒരു സഹോദരി അറിയിച്ചത് 15 വർഷമായിട്ട് ഇവർ സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുക. എന്നാൽ ആമൻ സ്വന്തമായിട്ടൊരു കെട്ടിടമില്ലാതെ വാടകയ്ക്കായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ സമയത്തായിരുന്നു പ്രിയങ്കേല ശുശ്രൂഷയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ഇടയെത്തുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആമൻ സ്ഥലമില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സഹോദരി പ്രിയങ്കയിലുള്ള പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറഞ്ഞു. 15 വർഷമായിട്ട് ഇവർക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഇല്ലായിരുന്നു. എന്നാൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ഇവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കട നൽകി കഴിഞ്ഞ ദിവസം അത് ആരംഭിച്ചു. പ്രാർത്ഥിച്ചുള്ള നന്ദി നമ്മളെ അറിയിച്ചിരിക്കുന്നു. ദിവ്യരെ കർത്താവ് എത്ര അതിശയകരമായിട്ടാണ് കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത്. ഈ സാക്ഷ്യം വന്നിരിക്കുന്ന ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ആ സഹോദരിയുടെ വീട്ടിൽ ഒരു മരം മുറിക്കേണ്ടതുണ്ടായിരുന്നു. അതായത് ഒരു മരം വീടിൻ്റെ മണ്ടയിലേക്ക് ഏകദേശം ചരിഞ്ഞു നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ സഹോദരിയുടെ കയ്യിൽ അത് മുറിക്കാനുള്ള പണമില്ലായിരുന്നു. ഈ സഹോദരി എന്ത് ചെയ്തു? പ്രേംകേള
ഒരാളുടെ ഡയറി ഉണ്ടല്ലോ, ആ ഡയറിയിൽ ഈ വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. സംഭവിച്ചത് ഒരു ദിവസം ഒരു കുഴപ്പവും കൂടാതെ മാവിൻ്റെ കൊമ്പ് ഒടിഞ്ഞു വീണു. തീർച്ചയായിട്ടും കർത്താവിൽ നമ്മൾ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഒരുമിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ വീണ്ടും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സ്വന്തമായ ഭവനമില്ലാതെ വിഷമിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് ഈ COVID-19 നിമിത്തം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ അനേക കുടുംബങ്ങൾ കടന്നു പോകുന്നു. അല്ലെങ്കിൽ ഭവനത്തിന് പണി ആരംഭിച്ചു, സാമ്പത്തിക പ്രതിസന്ധി നിമിത്തം അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതിയിൽ അത് നിർത്തിവെച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അല്ലെങ്കിൽ ഭവനത്തിന് പണി തുടങ്ങുവാൻ വേണ്ടി ബാങ്കിൽ നിന്ന് തുകയെടുത്ത് എന്നാൽ സമയത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തിയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. വ്യവസായങ്ങൾ പൂട്ടിയ നിമിത്തം, കമ്പനികൾ അടച്ചത് നിമിത്തം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവ് തുറക്കുന്ന പുത്തൻ വഴികളും വാതിലുകളും ഓരോ പ്രിയപ്പെട്ടവരുടെ മുമ്പിലും തുറക്കപ്പെടേണ്ടതിനായി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗ്ഗപിതാവേ, അങ്ങ് വാക്ക് പറഞ്ഞവൻ വിശ്വസനായിരിക്കാൻ ഈ രാത്രി സമയം ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങയുടെ വിശ്വാസത്തിൽ, അങ്ങയിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അസാധാരണമായ വഴിയും വാതിലും ഇന്ന് രാത്രി തുറക്കപ്പെടുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. പ്രത്യേകിച്ച് അനേകർ കർത്താവ് ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അത് അവരുടെ സ്വപ്നമാണല്ലോ കർത്താവെ. കർത്താവെ, ആ സ്വപ്നങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വഴിയില്ലാത്തടത്ത് അങ്ങ് വഴി തുറന്നാട്ട് കർത്താവെ, അതിശയകരമായിട്ട്, അത്ഭുതകരമായിട്ട് കർത്താവെ, ചോദിച്ചാലും നനച്ചാലും പരമായ അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഉളവാകട്ടെ കർത്താവെ. ഞങ്ങൾ കേട്ട സാക്ഷ്യങ്ങൾ പോലെ കർത്താവെ, അങ്ങേക്ക് ഒരു കാര്യവും അസാധ്യമല്ലോ കർത്താവെ. പലരും കർത്താവെ സാമ്പത്തികമായ പ്രയാസങ്ങളോടെ കടന്നു പോകുന്നു കർത്താവെ. എന്നാൽ കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് തുറന്നാൽ ആർക്ക് അടയ്ക്കുവാൻ സാധിക്കും കർത്താവെ. പലരുടെയും കർത്താവെ ലോണുകളൊക്കെ മുടങ്ങിക്കിടക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അസാധാരണ വഴികൾ അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിട്ട് കർത്താവെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ജയാളികളാണല്ലോ. യേശു മുഖാന്തരം ഓരോരുത്തരും കർത്താവ് ജയജീവിതം നയിക്കേണ്ടതിന് ഇത് രാത്രി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.
സാർ അല്പസമയം കഴിയുമ്പോൾ നമ്മൾ എണ്ണയും വെള്ളവും ഒക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഈ സമയത്ത് തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ പല പ്രിയപ്പെട്ടവരും അവർ ഡോക്യുമെൻറ്റ്സിൽ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നു. അത് ചിലപ്പോൾ അവർക്ക് ബാങ്കിൽ നിന്നും വന്ന നോട്ടീസ് ആയിരിക്കും, ലോൺ അടയ്ക്കാൻ പറ്റാത്തത് മുഖാന്തരം ജപ്തി നോട്ടീസ് വന്നത്, അതെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പല പ്രിയപ്പെട്ട ലോണിന് വേണ്ടി അപേക്ഷിച്ചത്, അതിനുവേണ്ടി സബ്മിറ്റ് ചെയ്ത ആ ഡോക്യുമെൻറ്റ്സ് കോപ്പികൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പല പ്രിയപ്പെട്ടവരും പാസ്പോർട്ടുകൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കും. വിദേശ രാജ്യങ്ങളിലേക്ക് പോകണം, ജോലി ചെയ്യണം എന്നൊക്കെ വലിയ സ്വപ്നങ്ങളുമായി ആ പാസ്പോർട്ട് എടുത്ത്, പക്ഷേ പോകാൻ സാധിച്ചിട്ടില്ല. ചില പ്രിയപ്പെട്ടവർക്ക് ആ വിദേശത്തേക്കൊക്കെ പോകാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്, അതിൻ്റെയൊക്കെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ സംബന്ധമായ പേപ്പറുകൾ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മൾ ഒന്നിച്ച് ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ പുതിയൊരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സാമ്പത്തികമായി ഒത്തിരി ആവശ്യങ്ങളുടെ മുൻപിലായിരിക്കുന്നുണ്ട്. ചിലരൊക്കെ ആ പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഈ ആഴ്ച പുതിയ ആഴ്ചയിലേക്ക് അവർക്ക് നടക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്നടത്ത് ഇത്ര രൂപ കൊടുക്കാനുണ്ട്, ഇന്ന ആൾക്ക് ഇത്ര കൊടുക്കാനുണ്ട്, അങ്ങനെയൊക്കെ എഴുതി വെച്ച്, അതുപോലെ തന്നെ കിട്ടാനുള്ള പണവും അത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഒന്നിച്ച് ഈ രാത്രിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളുടെ സകല ആവശ്യങ്ങളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സാമ്പത്തിക മേഖലയിൽ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കേണ്ടതുണ്ട്. ആ ജപ്തി നോട്ടീസ് വന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിൽ നിന്ന് വിടുവിക്കാൻ, ആ ജപ്തിയെ മാറ്റി വിടുവാനോ ആ കടങ്ങളെ ഇളച്ചു കൊടുക്കുവാനും മാറ്റി കൊടുക്കുവാനൊക്കെ നമ്മുടെ കർത്താവ് മതിയായവന്. അതുകൊണ്ട് ആ യേശുവിൽ ആശ്രയിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പല പ്രിയപ്പെട്ടവരും ഇതുപോലെ സാമ്പത്തികമായ ആവശ്യങ്ങൾ വരുമ്പോൾ അവർ ചെയ്യുന്ന കാര്യം ഇതാണ്, പ്രിയങ്കലിൽ ആ പ്രാർത്ഥനാ വിഷയം എഴുതി വെക്കുന്നു, നമ്മുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത നിമിഷങ്ങളെ അവർ പറയുന്നത് ആ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ലഭിച്ചു എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ഒന്നിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വീണ്ടും കടന്നു വരുന്ന കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നല്ലോ, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു മുട്ടും ഉണ്ടാകുകയില്ല. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ഇടയനാകിയാൽ കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നറിയുന്ന കർത്താവെ, ഞങ്ങൾക്ക് ഒരിടത്തും ഒരു മേഖലയിലും ഒരു മുട്ടും ഉണ്ടാകുകയില്ലല്ലോ കർത്താവെ. പ്രത്യേകിച്ച് ഞങ്ങളോടൊപ്പം കർത്താവെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന, വിശ്വാസത്തോടുകൂടെ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അവരുടെ ആശയങ്ങൾ എത്ര വലുതാണെങ്കിലും കർത്താവെ, ഇന്ന് രാത്രി സ്വർഗത്തിൽ നിന്ന് മറുപടി ഉണ്ടാകട്ടെ കർത്താവെ. ലോണുകൾ അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നവർ കർത്താവെ, പല കൊടുക്കൽ വാങ്ങലുകൾ നടത്തുവാൻ ബുദ്ധിമുട്ടുന്നവർ കർത്താവെ, കിട്ടാനുള്ള പണം, കൊടുക്കുവാനുള്ള പണം, എല്ലാ വിഷയങ്ങളും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ നിർണ്ണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന കർത്താവെ, അങ്ങ് അത്യന്ത ശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ കർത്താവെ. മരണ നിഴലിലും താഴ്വരയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടേണ്ട എന്ന് അങ്ങ് വാക്ക് പറഞ്ഞിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ അസാധാരണ വഴികൾ ഇന്ന് തുറന്നു വരട്ടെ കർത്താവെ. അതിശയങ്ങളുടെ ദൈവമേ, അത്ഭുതങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ കർത്താവെ. ഓ മക്കളുടെ നിലവിളിക്ക് മുമ്പിൽ കർത്താവെ, അങ്ങയുടെ വചനം അയച്ചു കർത്താവെ, സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്ന് കർത്താവെ, അമൃതി കുലുക്കി കവിയുന്ന അളവിൽ ഇന്ന് രാത്രി അനുഗ്രഹങ്ങളെ അങ്ങ് ചൊരിയുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, വിവിധ ഭാരങ്ങളായിരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാരങ്ങളും കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ അങ്ങയുടെ വചനമായിരിക്കാൽ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജയജീവിതം യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സുനോ, ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. കോവിഡ് രോഗികളുടെ എണ്ണം വളരെയധികമായി വർദ്ധിക്കുന്നു. രാജ്യം മുഴുവൻ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നമ്മുടെ പല ഉത്സവങ്ങളും ആളുകൾ ഭയങ്കരമായിട്ട് തടിച്ചുകൂടുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പത്രം എൻ്റെ കയ്യിലുണ്ട്. അതിലെഴുതിയിരിക്കുന്ന കോവിഡ് കേസസ് എക്സ്പ്ലോഡ് ആഫ്റ്റർ ദിവാളി ഇൻ മഹാരാഷ്ട്ര. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സന്ദർഭം തന്നെയാണ് ദിവാളി സെലിബ്രേഷൻ. പക്ഷേ ആ ആളുകൾ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ രാജ്യം മുഴുവൻ ഓരോ കാര്യങ്ങൾക്ക് ഒന്നിച്ച് ധാരാളമായി കൂടുന്നത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയത്തില്ല അവരുടെ ശരീരത്തിൽ കോവിഡ് ബാധ ഉണ്ടോ എന്ന്. അത് മറ്റുള്ളവർക്ക് അനർത്ഥത്തിന് കാരണമായി തീരുന്നു. പരമാവധി ഒന്നിച്ചു കൂടൽ ഒഴിവാക്കുവാൻ ഗവൺമെൻറ് നമുക്ക് തന്നിരിക്കുന്ന ആ നിർദ്ദേശത്തെ പാലിക്കുവാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പത്രത്തിൻ്റെ ഇത് ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇന്ന് വെള്ളിയാഴ്ചത്തെ പത്രമായത്, പക്ഷേ ഇന്ന് ഈ വിഷയം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് എടുത്ത്, അതോടൊപ്പം തന്നെ നമ്മൾ വെള്ളിയാഴ്ചത്തെ പത്രത്തിൽ കണ്ട ഒരു വർത്തമാനം ഇങ്ങനെയായിരുന്നു: വാക്സിൻ കോസസ് ഫ്യൂ സൈഡ് ഇഫക്ട്സ്. അത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ 12ാമത്തെ പേജിൽ അതിൻ്റെ റിപ്പോർട്ട് വളരെ വിശദമായിട്ട് വന്നിട്ടുണ്ട്. പഴയ പത്രം എടുത്ത് നോക്കിയാൽ അവർ പറഞ്ഞിരിക്കുന്ന ആ റിപ്പോർട്ട് അനാലിസിസ് ഒക്കെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രശ്നം ഇതാണ്, വാക്സിൻ നമുക്ക് പ്രയോജനമാണ്, എപ്പോഴും വാക്സിൻ നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ അതിൽ സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുന്ന വ്യക്തി അത് ചിലപ്പോൾ 5%, 10% പേർക്കായിരിക്കും. അതിൽ നമ്മൾ പെടുമ്പോഴാണ് നമുക്കതിൻ്റെ ഗൗരവം, അതിൻ്റെ തീവ്രത അറിയത്തുള്ളൂ. മറ്റുള്ളവർക്ക് ഇത് വരുമ്പോൾ നമുക്കത് റിപ്പോർട്ടായിട്ട് മാറും. മറ്റുള്ളവരുടെ വേദന നമുക്ക് റിപ്പോർട്ടായിട്ട് എളുപ്പമാണ്. ഒരാൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായി മരിച്ചു, അല്ലെങ്കിൽ തീഷ്ണമായ വേദനയിലൂടെ പോകുന്നു, നമുക്ക് മറ്റുള്ളവരെക്കുറിച്ച് പറയുവാൻ നമുക്ക് എളുപ്പമായിരിക്കും. റിപ്പോർട്ടിംഗ് ഈസ്
റാദർ ഈസി. ദർ ഇസ് നോ ആൻസർ ഇൻ ദാറ്റ്. അതിൽ തന്നെ ഒരു ആൻസറുമില്ല, റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അത് ആർക്കും എന്തും വിളിച്ചു പറയാനായിട്ട് സാധിക്കും. പക്ഷേ അവിടെ ഒരു മറുപടി, നമ്മൾ ആ വേദനയിൽ പെടുമ്പോഴാണ് ആ അപകടത്തിൽപ്പെട്ട വ്യക്തി നമ്മളാകുമെങ്കിൽ, ആ വാക്സിൻ പരീക്ഷിക്കുമ്പോൾ അതിൻ്റെ ദുരിതങ്ങളിലൂടെ പോകുന്ന വ്യക്തി നമ്മളായിത്തീരുകയാണ് എങ്കിൽ അതിൻ്റെ ഗൗരവം നമുക്ക് അപ്പോഴേ അത് മനസ്സിലാകുള്ളൂ. ഈ രാത്രി നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാകണം. ഇപ്പം രണ്ട് ഭയമാണ് ഉണ്ട്. ഒന്ന് കോവിഡ് നിമിത്തമുള്ള ഭയം നമ്മളെ എല്ലാവരെയും ബാധിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ പലർക്കും ആ പ്രിയപ്പെട്ടവർ മരിച്ചുപോയി, വേവലാതിപ്പെടുന്നു. പലർക്കും ഇത് ആവർത്തിച്ചു വരുന്നു. പലർക്കും പല പ്രയാസങ്ങളിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല കോവിഡ് വരുമോ എന്നുള്ള ഭീതിയിലൂടെ അനേകർ കടന്നു പോകുന്നു. ഇപ്പോൾ വരുന്ന ലോകം മുഴുവൻ വാക്സിനേഷനിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു, വിച്ച് ഈസ് വെരി ഗുഡ്. നല്ല കാര്യം തന്നെയാണ്. അതിനുവേണ്ടി പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും 100% പ്രേയിങ് കേരള വേൾഡ് വൈഡ് ഫാമിലി ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട് അഭിനന്ദിക്കുന്നു. വി ആർ സോ ഗ്രേറ്റ്ഫുൾ ടു ദ ലോർഡ് ഫോർ അവർ റിസർച്ചേഴ്സ്, അവർ സയൻറ്റിസ്റ്റ്, അവർ പീപ്പിൾ ഇൻ ഇൻവെൻഷൻ, and we really sincerely appreciate your hard work to prevent people from being caught up with COVID-19 വൈറസ്. പക്ഷേ അതിനകത്ത് ഫുൾ പ്രൂഫ് ആക്കി എടുക്കാൻ പറ്റാതെ വളരെ വിഷമിക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല പ്രിയപ്പെട്ടവർ പ്രേയിങ് കേരളയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിക്കുന്നുണ്ട്. ധാരാളം ശാസ്ത്രജ്ഞന്മാർ ഈ വിഷയത്തിൽ തന്നെ മേഖലയിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥനാ സഹായം തേടുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഇമെയിൽ വഴി പ്രാർത്ഥന വിഷയങ്ങൾ വരുന്നുണ്ട്. ദാറ്റ് വി നീഡ് ടു പ്രേ ഫോർ ദം. പക്ഷെ നമുക്കിന്ന് രാത്രി പ്രാർത്ഥിക്കണം, കർത്താവേ ഒരു അനർത്ഥവും തൊടാതെ എല്ലാവരെയും നീ പരിപാലിക്കണമേ. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പത്രം ഞാൻ എടുത്ത് സൂക്ഷിക്കാൻ കാരണം അമേരിക്കയിൽ തന്നെ ഓവർ 250,000 COVID deaths in US, one dying every minute. ഞാൻ ഈ വാർത്ത കണ്ടതുകൊണ്ടാണ് ഈ പത്രം എടുത്ത് സൂക്ഷിച്ചത്. പത്രത്തിൽ നമുക്ക് വരുന്ന വർത്തമാനങ്ങൾ, ടെലിവിഷനിലൂടെ വരുന്നതായ റിപ്പോർട്ടുകൾ, അത് പ്രേയിങ് കേരള കുടുംബത്തിൽ ഒരു ഭാഗം മാത്രമായിട്ട് നിൽക്കുന്നില്ല, കേവലം അത് റിപ്പോർട്ടായിട്ട് നിൽക്കുന്നില്ല, അത് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള വിഷയങ്ങളാണ്. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കണം. സുനോ, ഇപ്പോൾ തങ്കച്ചായൻ ടെലിഫോണിൽ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഹലോ തങ്കച്ചായ. പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. തങ്കച്ചായ, കോവിഡ് ബാധിതരായ രോഗികൾക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കണം. 1. 2, കോവിഡ് വരുമോ എന്ന ഭീതിയിൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 3, നമ്മുടെ ആരോഗ്യരംഗത്ത് എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നവരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. 3, 4, അതിൻ്റെ ആ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ പകൽ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലും കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി ചിലവഴിച്ച് അത്യുഗ്രമായ നിലയിൽ സ്പീഡിൽ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ തങ്കച്ചായ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പത്രം എൻ്റെ പക്കൽ ഇവിടെയുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്നത് വാക്സിൻ കോസസ് ഫ്യൂ സൈഡ് ഇഫക്ട്സ് എന്ന് പറഞ്ഞ് ഒരു വർത്തമാനം അതിൻ്റെ 12th പേജിൽ എൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പത്രമുള്ളവർ അതെടുത്ത് വായിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ഓൺലൈൻ പോയി സെർച്ച് ചെയ്ത് ഈ വിവരങ്ങൾ എടുക്കാനും സാധിക്കും. അപ്പോൾ തന്നെ over 2.5 lakhs or 250,000 people died in US. One dying every minute. ഓരോ മിനിറ്റിലും 60 സെക്കൻഡുകൾ കൂടുമ്പോൾ ഒരു വ്യക്തി മരിക്കുന്നു. ആ വ്യക്തി നമ്മുടെ വീട്ടിലുള്ള ഒരു വ്യക്തി ആകുമ്പോഴേ ഈ റിപ്പോർട്ട് നമുക്ക് കരയുവാനുള്ളതായി മാറിയുള്ളൂ, അല്ലെങ്കിൽ ഇതൊരു വാർത്തയായിട്ട് മാത്രം നിൽക്കുക. നമുക്കിന്ന് രാത്രി പ്രാർത്ഥിക്കണം, യേശുവേ എല്ലാവരെയും അവിടുന്ന് സംരക്ഷിക്കണമേ. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓൺ ആവറേജ് 2 to 3 weeks ago we were seeing 70,000 to 80,000 new cases per day. Yesterday there were about 155,000 new cases. My goodness. So if you aren't alarmed at the 1,700 deaths today, 2 to 3 weeks from now we are going to see 3,000 deaths a day, Rainer said. That is the projected report on the basis of yesterday's report. 1,700 പേര് ഇന്നലെ മരിച്ച വിവരം. 1,55,000 കേസുകൾ. നമുക്കറിയാം കേരളത്തിലുള്ള നമ്മളുടെ അനേക പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഭാര്യ, ഭർത്താവ് ഒക്കെ ജീവിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അമേരിക്കയിൽ. അതിൽ 1,700 മരണങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തപ്പോൾ
അവിടെ പ്രൊജക്ട് റിപ്പോർട്ട് വന്നിരിക്കുന്നത് റെയ്നർ സെയ്സ് 3,000 ഡെത്ത് ഇൻ ഫ്യൂ ഡേയ്സ് ടൈം, ഇൻ 2 to 3 weeks ഫ്രം നൗ. നമുക്ക് അറിയാം ആ 1700 എന്നുള്ളത് 3000 മുതൽ മുകളിലോട്ട് പോകുന്ന സാഹചര്യത്തിലേക്ക് വരാൻ പോകുന്നു. എത്ര ഭീതി നിറഞ്ഞ ഒരു സാഹചര്യത്തെ ലോകം മുഴുവൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പറ്റുമെങ്കിൽ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് കരങ്ങളെ ഉയർത്താൻ പറ്റുമെങ്കിൽ കരങ്ങളെ ഉയർത്തുക. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ലോർഡ് ഹാവ് മേഴ്സി ഓൺ ഹ്യൂമാനിറ്റി. മാനവജാതിയോട് കരുണ തോന്നണമേ. ഞങ്ങളോട് ചേർന്ന് ആ വാചകം ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ മാനവജാതിയോട് കരുണ തോന്നണമേ, മാനവജാതിയോട് കരുണ തോന്നണമേ. കർത്താവേ, നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ തങ്കച്ചായൻ പ്രാർത്ഥിച്ചാട്ട്. കർത്താവായ യേശുവേ, എത്രയും ചില കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് ലോകരാജ്യങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവിടുന്ന് മാനവ രാജ്യങ്ങളോട് കർത്താവെ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ, കോവിഡ് രോഗത്താൽ അനേക പ്രയാസപ്പെടുന്നുണ്ട്. എന്റെ കർത്താവെ, അവരുടെ പ്രയാസങ്ങളെ അവിടുന്ന് മാറ്റണം. കർത്താവെ, അത്ഭുതകരമായ ഒരു വിടുതൽ നൽകി എല്ലാവരും അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അനേകർ ഈ രോഗത്താൽ ഭയപ്പെട്ടിരിപ്പുണ്ട്. കർത്താവെ, കുടുംബാംഗങ്ങൾ കർത്താവെ രോഗം വന്ന് കർത്താവ് ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്. എന്റെ കർത്താവെ, അവരുടെ ഭയങ്ങളെ അവിടുന്ന് മാറ്റണം. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്തിട്ടുള്ള ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് കർത്താവെ ഓരോരുത്തരും കൂടെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവ് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് മികവിന്റെ ആത്മാവിനെ അവർ നിറയ്ക്കണം. കർത്താവെ, എല്ലാം കർത്താവ് നല്ലവണ്ണം ചെയ്യുവാൻ കർത്താവ് അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, എത്രയും പെട്ടെന്ന് കർത്താവ് 100% കർത്താവ് നല്ലതായിട്ടുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുവാൻ കർത്താവ് ദൈവിക ജ്ഞാനം അവരുടെ ഉണ്ടാകണം. കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് വെച്ചാൽ സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. Father God, we pray for our scientists, Lord, our researchers, Lord, our analysts, our people in scientific arena, Lord, trying to develop a foolproof vaccine, oh God. Even now, Father, those areas are suffering, struggling, Lord, to find a foolproof vaccine, oh Father God. Have mercy upon the humanity. We pray in Jesus' name, Lord, that we will have a vaccine. We will have vaccines everywhere in the world, Lord. That God of heaven in Jesus will become the vaccine of each human being under the sky. We pray together, Lord, in Jesus' name. Things are beyond the control of our science, technology, and people in respective areas of Father God. Have mercy upon humanity, oh God. Save us, Lord, from complete destruction, oh God. In Jesus' name we ask you, Lord, that you will save us from this destructive COVID virus, oh Father God. In Jesus' name we pray, oh God, that the blessings of the Lord will be over every person. യേശുവേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കണ്ടുപിടുത്തം രംഗത്തായിരിക്കുന്നവരുണ്ട്, ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ശാസ്ത്രീയ സംവിധാനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. COVID-19 പൂർണ്ണമായും നിരോധിക്കുന്ന ഒരു വാക്സിൻ കണ്ടുപിടിക്കുവാൻ വേണ്ടി ലോകം മുഴുവൻ പരിശ്രമിക്കുമ്പോൾ പലതും ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നതിന് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിനും സൈഡ് ഇഫക്റ്റുകൾ ഉള്ളതായിട്ട് വരുന്നു. കർത്താവേ, ദുരന്തം നിറഞ്ഞ ഈ സാഹചര്യത്തിൽ ദൈവമേ, ഭയത്തിലൂടെ പോകുന്ന മാനവജാതിയെ, രോഗത്തിലൂടെ പോകുന്ന മാനവജാതിയെ, ഒരു മിനിറ്റിൽ ഒരാളെന്ന നിലയിൽ അമേരിക്കയിൽ ഈ രോഗനിമിത്തം ആളുകൾ മരിക്കുമ്പോൾ അതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് ദൈവമേ. ഇന്ത്യക്കാരവിടെ ഉണ്ട് കർത്താവേ. അവിടുത്തെ രാജ്യക്കാരവിടെ, മറ്റു രാജ്യക്കാരുണ്ട്. അവിടുന്ന് ആ രാജ്യത്തോട് കരുണ തോന്നണം, ജീവിതങ്ങളോട് കാരണം. മറ്റു രാജ്യങ്ങൾ കോവിഡ് ബാധിതരായ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സൗഖ്യം ഇപ്പോൾ ഓരോരുത്തരിലേക്കും ഞങ്ങൾ കൊണ്ടുവരുന്നു. ലോകരാജ്യങ്ങൾ സൗഖ്യമായി തീരേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകരാജ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, സമ്പൂർണ്ണമായ സൗഖ്യവും സ്വാതന്ത്ര്യവും രാജ്യങ്ങളിൽ ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സൗത്ത് ആഫ്രിക്കയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ജർമ്മനിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ നാമത്തിൽ. ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ. ഐസ്ലൻഡിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ. ഇറാഖിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ. നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ ഇസ്രായേലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതെ കർത്താവേ, ജപ്പാന്റെ മേൽ അങ്ങയുടെ സൗഖ്യത്തെ ഞങ്ങൾ കൊണ്ടുവരുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ മലേഷ്യ അനുഗ്രഹിക്കപ്പെട്ടിട്ട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ പോളണ്ടിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിലുള്ള അനുഗ്രഹം കൊണ്ടുവരുന്നു. ഓസ്ട്രേലിയ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യപ്പെട്ടിട്ട്
കർത്താവേ. അമേരിക്ക തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന Lord കർത്താവേ. Jesus, we pray for Canada, Lord. Let your will be done, and let your will be done in China, Father God. We pray for Denmark, Lord. Let your glory fill Denmark. Lord, let your name be glorified in France, Father God. Let your power and presence fill Brazil and Belgium, Father God. We pray for Egypt. Let your will be done on earth as it is in heaven, Father. We pray for Bangladesh, Father. We pray for Austria, Father God. Let your will be perfected in these nations, Father. We pray, Father, for Greece and Finland. Let the name of Jesus be exalted in the Middle East, Lord. We pray for Ireland and for Iran. Lord Jesus, bless these nations, Father. Lord Jesus, you reign above all principalities, power, might and dominion, Lord. And all the earth belongs to you, and every inhabitant in it belongs to you, O God. We pray for Oman and Norway, Father God. Father, you will take your glory, Jesus. We pray for Pakistan, Russia. Lord, let your will be done in these nations, Father. We pray for South Korea. Let the name of Jesus be exalted in Korea. We pray for Qatar and Spain. In the name of Jesus, we bless Turkey, Father God. Let your kingdom come, and let your will be done in the United Kingdoms, Father God. We pray for Switzerland. We bless her in the name of Jesus. Let your glory come down on Saudi Arabia, Father God. We pray for United Arab Emirates, Lord. Jesus, let your name be exalted in Thailand, Lord. Let your name be exalted in every nation, in every continent, Lord. Let your glory fill the entire earth. In Jesus' mighty name we pray, amen. ആമേൻ ആമേൻ. സ്വജൻ സാറെ, വീണ്ടും നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രിയങ്കല ശുശ്രൂഷയിൽ അനേക പ്രിയപ്പെട്ടവർ പങ്കെടുക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ സഹായിക്കുന്നു. കുടുംബത്തിൽ പല മരണങ്ങൾ സംഭവിക്കുന്ന നിമിത്തം, സാമ്പത്തിക തകർച്ചകൾ നിമിത്തം ആത്മഹത്യ ചെയ്യാനിരുന്ന സമയത്തായിരുന്നു തിരുവനന്തപുരത്തും ഒരു സഹോദരി പ്രിയങ്കല ശുശ്രൂഷയിൽ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുവാൻ ഇടയായിത്തീർന്നത്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് മുതൽ കർത്താവ് നൽകിയ വലിയ സമാധാനം ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടയായി തീർന്നു. ആമേൻ. തൻ്റെ ഹൃദയത്തിൽ തനിക്ക് വിശ്വസിപ്പാൻ ഇടയായി തീർന്നു. ആത്മഹത്യയല്ല പരിഹാരം, യേശുവാണ് പരിഹാരം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് വലിയ വിടുതലും മാറ്റവും നൽകി എന്ന് അറിയിച്ചിരിക്കുന്നു. അതെ ദിബുറുദറെ, യേശു തന്നെയാണ് പരിഹാരം. തിരുവല്ലയിൽ നിന്ന് വന്ന ഒരു പ്രൈസ് റിപ്പോർട്ട് ഇങ്ങനെയാണ്. മകൻ പോള് ന്യൂസിലൻഡിൽ വെച്ച് IELTS എക്സാം എഴുതുന്നു. ഈ അമ്മ ചെയ്തത് ഇവിടെ നമ്മോട് ചേർന്ന് പ്രാർത്ഥിച്ചു. ഫലമായിട്ട് നല്ല റിസൾട്ടോടെ പാസ്സാകാൻ ഇടയായി തീർന്നു. വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള കേസുകൾ നിമിത്തം വിഷമിക്കുന്ന സമയം ഇത് ബാലരാമപുരത്തു നിന്നും ഒരു കുടുംബമാണ് അറിയിച്ചിരിക്കുന്നത്. ആ സമയത്തായിരുന്നു പ്രിയങ്കല ഇതിൽ നിന്നൊരു വിടുതൽ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച് വർഷങ്ങളായിട്ട് ആ സഹോദരന്മാർ അല്ലെങ്കിൽ ആ കൂട്ടുകുടുംബത്തിലുള്ള മറ്റുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടും ഒരു പ്രയോജനം കാണാതെ കേസുകളിലേക്ക് പൊക്കോണ്ടിരുന്ന സമയത്ത് ആ വിഷയത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം നമ്മളെ അറിയിച്ചത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് കേസുകളെല്ലാം തീർന്നിപ്പോൾ വളരെ സമാധാനം അനുഭവിക്കുന്നു എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. മറ്റൊരു പ്രൈസ് റിപ്പോർട്ട് വന്നിരിക്കുന്ന ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. 11-11-20 വിളിച്ച് പ്രാർത്ഥിച്ച വിഷയം ഇതാണ്. മകളുടെ വീട്ടിലെ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം 12-11-20 ആ അമ്മയുടെ സാക്ഷ്യം ഇവിടെ ലഭിച്ചു. എല്ലാ വിഷയങ്ങൾക്കും 100% സൗഖ്യവും വിടുതൽ ലഭിച്ചു. തീർച്ചയായിട്ടും കുടുംബത്തിൽ സമാധാനമില്ലാതെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരും ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. അതൊരു വേള ഹസ്ബൻഡിൻ്റെ മദ്യപാനമാകാം, അല്ലെങ്കിൽ മക്കൾ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നത് നിമിത്തമാകാം, അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ, അല്ലെങ്കിൽ ആ വീട്ടിലുള്ള പലരും ആ ഇൻ്റർനെറ്റുകൾക്കോ ഫോണുകൾക്കൊക്കെ അടിമയായ നിമിത്തമുള്ള അടിമത്തങ്ങളിലൂടെ പോകുന്ന നിമിത്തമുള്ള പ്രയാസങ്ങൾ നിമിത്തമായിരിക്കാം. ഏത് വിഷയമാണെങ്കിലും ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുവാൻ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങൾ നേരിടുന്ന ഓരോ വിഷയത്തിനു മേലും യേശു അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായി കരങ്ങളെ ദൈവസ്ഥലിൽ ഉയർത്തി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഓരോ സഹോദരങ്ങളെയും നിറഞ്ഞു കവിയുന്ന യേശുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെടേണ്ടതിന് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങേ തരുന്ന സമാധാനത്താൽ ഓരോ കുടുംബങ്ങളും നിറയപ്പെടട്ടെ കർത്താവ്. പ്രത്യേകിച്ച് കർത്താവ് ചില വിഷയങ്ങളോട് ചിലർ കടന്നു പോകുന്നുണ്ട് കർത്താവ്, ചിലർ നിലവിളിക്കുന്നുണ്ടല്ലോ കർത്താവ്. ഇന്ന് രാത്രി കർത്താവ് അങ്ങയുടെ മറുപടി അതിന്മേൽ ഉണ്ടാകട്ടെ കർത്താവ്. യേശുവാണല്ലോ വിഷയങ്ങൾക്ക് പരിഹാരം, മറ്റൊരുത്തിനും രക്ഷയില്ല കർത്താവെ. ആകാശത്തിന് ഭൂമിയിൽ യേശുവല്ലാതെ രക്ഷ പ്രാപിപ്പാൻ മറ്റൊരു മാർഗവുമില്ലല്ലോ കർത്താവെ. അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവെ, രക്ഷ പ്രാപിപ്പാൻ ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ വിഷയങ്ങളോട് കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. അങ്ങ് തരുന്ന
സമാധാനത്താൽ കുടുംബങ്ങൾ ഇന്ന് രാത്രി നിറയപ്പെടട്ടെ കർത്താവെ. യേശുവെ, അങ്ങ് അവരിൽ വസിക്കണം കർത്താവെ. അവരെ അനുഗ്രഹിക്കണം, അവരെ ഒരു അനുഗ്രഹമാക്കി മാറ്റണം കർത്താവെ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. അല്പനിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ എണ്ണയും വെള്ളവും ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ച് അത് ഉപയോഗിക്കും. രോഗികളുടെ സൗഖ്യത്തിന് തിരുവെടുത്ത് അത് കാണിച്ചു തരുന്നു. നമ്മളത് ചെയ്യുന്നതായിരിക്കും. ഇത് 2017 പ്രേയിങ് കേരള കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ച ഒരു വിഷയം. അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ കോട്ടയത്ത് വന്ന് പ്രാർത്ഥിച്ച ഒരു വിഷയം ഇങ്ങനെയായിരുന്നു. അവരുടെ കസിൻ, അമേരിക്കയിൽ തന്നെ ഉള്ള കസിന് 8 വർഷങ്ങളായിട്ട് വിവാഹ ജീവിതത്തിൽ മക്കളില്ലാതെ വിഷമിച്ചിരുന്നു. അപ്പോൾ ഈ ആൻറ്റി കോട്ടയത്ത് വന്ന് ആ വിഷയം എഴുതി വെച്ചു. നമ്മൾ ചേർന്ന് പ്രാർത്ഥിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ കർത്താവ് അവർക്ക് നൽകി കൊടുത്തു എന്ന് 4/6/2018 അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അമ്മയ്ക്ക് ഷുഗർ കൂടി കാലിലെ ഒരു വിരൽ മുറിച്ച് വീണ്ടും അതിൻ്റെ സ്ഥിതി വഷളായി കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് കാലിൻ്റെ മുട്ടിന് മുകളിൽ വെച്ച് മുറിക്കേണ്ടി വരും. വളരെ മനം തകർന്നിരിക്കുമ്പോഴാണ് പ്രേയിങ് കേരള എന്ന ഈ പ്രാർത്ഥന അറിയുവാനിടയായി തീർന്നത്. അവർ ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നു കാലും മുറിക്കേണ്ട, ഒന്നും മുറിക്കേണ്ട, അമ്മയ്ക്ക് വലിയ സൗഖ്യമുണ്ട്. ഇന്ന് രാത്രി അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പെൺകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, യുവതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉദരത്തിലായിരിക്കുന്ന ഓരോ പെൺകുഞ്ഞിനു വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഓരോ സ്ത്രീയും യേശുവിൻ്റെ സ്വാതന്ത്ര്യവും അനുഗ്രഹവും അനുഭവിക്കുക മാത്രമല്ല, അവർ സ്വതന്ത്രരാകുകയും ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിച്ച എല്ലാ ഉദ്ദേശങ്ങളും ഭൂമിയിൽ നിറവേറ്റുന്നവരും ആയി മാറണം. ഈ അടുത്ത നാളുകളിൽ നമുക്കറിയാൻ കഴിയുന്നത് പോലെ ഒരുപാട് സ്ത്രീകൾ ലോകരാജ്യങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. ആ സ്ഥിതിവിശേഷം മാറേണ്ടതിന് പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് സ്ത്രീ അന്ത്യകാലത്ത് സകല ജഡത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് വാക്ക് പറഞ്ഞ യേശുവേ, അവിടുന്ന് കർത്താവെ സ്ത്രീ സമൂഹത്തിന്റെ മേല് പരിശുദ്ധാത്മാവിനെ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, പാപ വഴികളിൽ കൂടെ സഞ്ചരിക്കുന്ന സ്ത്രീകളുണ്ട്. പല കേസുകളിൽ കുറ്റവാളികളായിട്ടുള്ള സ്ത്രീകളുണ്ട് കർത്താവെ. യേശുവെ, അങ്ങനെയുള്ളവരെ പരിശുദ്ധാത്മാവെ അവിടുന്ന് തൊടണമേ, മനസ്സാന്തരത്തിലേക്ക് നയിക്കണമേ, പാപബോധത്തിലേക്ക് നയിക്കണമേ. യേശുവിൽ കൂടെയുള്ള നിത്യജീവൻ അവർ പ്രാപിപ്പാൻ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, മക്കളില്ലാതെ ഭാരപ്പെടുന്ന സ്ത്രീകളുണ്ട്, നിന്നയിൽ കൂടെ കടന്നു പോകുന്ന സ്ത്രീകളുണ്ട് കർത്താവെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കർത്താവെ, അവരുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഗർഭഫലം ഉണ്ടാകട്ടെ, സന്തതികൾ ഉണ്ടാകട്ടെ. അവർക്ക് കർത്താവെ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായിട്ട് ആമേൻ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ഓരോ സ്ത്രീക്കും കർത്താവെ അവിടുന്ന് മക്കളെ കൊടുക്കണം. തല കുനിഞ്ഞുപോയ സ്ത്രീകളുണ്ട്, അവരുടെ ശിരസിനെ കർത്താവ് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, കുടുംബ ജീവിതത്തിൽ സമാധാനമില്ലാതെ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകുന്ന സ്ത്രീകളുണ്ട് കർത്താവെ. യേശുവേ, അവിടുന്ന് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി അവരോട് കൂടെ ഇരുന്ന് അവരുടെ എല്ലാ പ്രശ്നങ്ങളും കർത്താവ് പരിഹരിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയിലുള്ള സ്ത്രീ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റേപ്പ് മുതലായ എല്ലാ സ്ത്രീകൾക്ക് വിരോധമായി നടക്കുന്നതായ പ്രവൃത്തികളെയും കർത്താവ് ഞങ്ങളുടെ രാജ്യത്തിൽ നിന്നും തുടച്ചു മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സ്ത്രീകൾ എഴുന്നേൽക്കട്ടെ, സമാധാനം ഉണ്ടാക്കുന്നവർ എഴുന്നേൽക്കട്ടെ, ഭവനം പണിയുന്നവർ എഴുന്നേൽക്കട്ടെ കർത്താവേ. ജ്ഞാനമുള്ളവൾ ഭവനം പണിയുമെന്നുള്ള കർത്താവിന്റെ വചനപ്രകാരം ജ്ഞാനമുള്ള സ്ത്രീ സമൂഹങ്ങൾ എഴുന്നേറ്റ് വരട്ടെ കർത്താവേ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹസ്ബൻഡിന് ഇന്നലെ മാത്രം 5 പ്രാവശ്യം ഫിറ്റ്സിൻ്റെ പ്രയാസം നേരിട്ടു. ഈ വിഷയം പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. സീരിയസ് ആയതിനെ തുടർന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റൽ ICUവിൽ സീരിയസ് സ്റ്റേജിലായി. ഡോക്ടേഴ്സ് എന്തു പറയണം എന്ന് അറിയാൻ കഴിയാതെ വിഷമിക്കുമ്പോഴാണ്
പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ചത്. നമ്മളിവിടെ ഒരു വിഷയം ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന സമ്പ്രദായം ഇവിടെ വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ അത് ചിലപ്പം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് പറഞ്ഞായിരിക്കും, വാട്സപ്പിലൂടെ വരുന്നതായിരിക്കും, ഇമെയിൽ വരുന്നതായിരിക്കും, കത്ത് വഴി കത്തുകളിൽ വരുന്നതായിരിക്കും, യൂട്യൂബിൽ പ്രാർത്ഥന പങ്കെടുക്കുന്നത്, അതിലൂടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്നുണ്ട്. എങ്ങനെ വന്നാലും നമുക്ക് പ്രാർത്ഥനാ വിഷയം എഴുതുവാൻ ഒരു പ്രത്യേക ഫോം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതുന്നു. അതിനുശേഷം നമ്മുടെ ഓൾട്ടറിൽ എത്തിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശു പറഞ്ഞത്, ഭൂമിയിൽ നിങ്ങൾ 2 പേർ, അതായത് ഒന്നിലധികം പേർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക, അത് ഏത് വിഷയമാണെങ്കിലും അതിന് ഞാൻ മറുപടി നൽകി തരും. നമ്മൾ ഓൾട്ടറിലേക്ക് എത്തിക്കുന്ന ഓരോ വിഷയം, നമ്മുടെ ഉറപ്പ് ധൈര്യം എന്ന് പറയുന്നത് നമ്മൾ അത് യേശുവിൻ്റെ കരങ്ങളിലേക്കാണ് അർപ്പിക്കുന്നത്. 2ഉം 3ഉം അടുക്കായിട്ട് ലെയറുകളായിട്ട് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങൾ നമുക്ക് ലഭിച്ച് ഓരോ വിഷയവും നമ്മൾ ഒന്നും കളയാതെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവർക്ക് വിടുതൽ നൽകുന്നു. ഇത് അടുക്കി വെക്കുവാനുള്ള സൗകര്യം തന്നെ ഇപ്പോൾ വിശാലമാകേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. 84 വയസ്സ് ഹസ്ബൻഡിനുണ്ട്, എനിക്ക് 76 വയസ്സുണ്ട്. ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മാതാവ് വെറുതെ രാവിലെ ചാനൽ മറ്റു പലതും കണ്ടുകൊണ്ടിരുന്നത്, രാവിലെ എന്തെങ്കിലും നല്ലതുണ്ടോ എന്ന് അന്വേഷിച്ച് ടി വിയുടെ റിമോട്ട് ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രെയിൻ കേരള പ്രാർത്ഥന അവർക്ക് ലഭ്യമായത്. ഇപ്പോൾ പറയുന്നത് കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിൽ പിന്നെ അതായത് രാത്രിയിൽ മാത്രമല്ല രാവിലെയുള്ള രാവിലെ തിങ്കൾ മുതൽ ശനി വരെയും ഹാർവസ്റ്റ് ടിവിയിലൂടെ രാവിലെ 6 മുതൽ 7 വരെ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഈ അമ്മയ്ക്ക് ആ പ്രാർത്ഥന രാവിലെ കിട്ടി 1 മണിക്കൂർ പോകുന്നത് അറിയുന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, വിടുതലുകൾ മാത്രമല്ല, ഈ അമ്മ പറഞ്ഞ അടുത്ത വാചകം, യേശുവിലുള്ള തൻ്റെ വിശ്വാസം വർദ്ധിക്കുവാനും ഇടയായി. ഈ പ്രിയപ്പെട്ടവൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ, യേശു പരിപൂർണമായ സൗഖ്യത്തെ അദ്ദേഹത്തിന് നൽകിക്കൊടുത്തു. പാൻക്രിയാസിന് പ്രോബ്ലം, ഉടൻ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് മകനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബ്രെയിൻ ചേർന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് നടന്ന പരിശോധനകളിൽ അത് വേണ്ട എന്ന് അറിയിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിൻ്റെ ഡ്രൈവർക്ക് ആക്സിഡൻറ്റ് പറ്റി സീരിയസ് സ്റ്റേജിൽ വെന്റിലേറ്ററിലായിരുന്നു. ബ്രെയിൻ ചേർന്ന് പ്രാർത്ഥിച്ചത് 25/10/2020 പ്രാർത്ഥിച്ചത് 28/10/2020 യേശു സൗഖ്യം നൽകി ചേർന്ന് എണ്ണയും വെള്ളവും ഒക്കെ എടുത്ത് പ്രാർത്ഥിക്കാൻ പോകുക. യേശുവിൽ നാം അർപ്പിച്ച വിശ്വാസത്തിൻ്റെ അടയാളമായിട്ടാണ് കർത്താവിൻ്റെ തിരുവെഴുത്തിൽ അത് ഉപയോഗിക്കുവാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വ്യക്തിപരമായി ആ സൗഖ്യവും വിടുതലും ഈ വെള്ളമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് കുടിക്കുന്നതിൻ്റെ വിടുതൽ അനുഭവിക്കുന്ന വ്യക്തിയാണ്. നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 5:14-15 എഴുതിയിരിക്കുന്ന തിരുവെഴുത്ത് ഇങ്ങനെയാണ് എഴുതി, നിങ്ങൾ രോഗികളായിരിക്കുമ്പോൾ സഭയിലെ മൂപ്പന്മാരെ വരുത്തുവാൻ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗപിതാവേ, ദൈവ തിരുവചനത്തെ അടിസ്ഥാനമാക്കി ഒരുക്കപ്പെട്ട എണ്ണയുടെ മേൽ, കർത്താവെ, വെള്ളത്തിന് മേൽ ഞങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആത്മാവിനെ ഞങ്ങൾ അതിന്മേൽ സ്വാഗതം ചെയ്യുന്നു. അത് ഉപയോഗിക്കുന്നവർ, അത് പാനം ചെയ്യുന്നവർ, യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന സൗഖ്യവും വിടുതലും അവരുടെ ശരീര മണ്ഡലങ്ങൾ, മാനസിക മണ്ഡലങ്ങൾ, ആത്മീയ മണ്ഡലങ്ങൾ അനുഭവിക്കട്ടെ. ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. യേശു മുഖാന്തരം അവർ ജയാളികളായി തീരട്ടെ. പ്രാർത്ഥന കേട്ടനായ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പുരുഷന്മാർ ഓരോരുത്തരും അനുഗ്രഹീതരാകണമെന്ന് ബൈബിൾ ആവശ്യപ്പെടുന്നു. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ആണ് എന്ന വർഗം ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ അനുഗ്രഹീതരാകണം. അവർക്ക് തന്നെ അനുഗ്രഹമാകണം. അവർ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം. ഇന്ന് രാത്രി നമുക്കൊന്നിച്ച് ബ്രെയിൻ കേരള കുടുംബത്തിൽ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോയ കർത്താവെ, ഓരോ പുരുഷനെയും അനുഗ്രഹിച്ച് അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റണമേ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. അതേ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയിലുള്ള സകല പുരുഷന്മാരായ ഞങ്ങളുടെ സഹോദരന്മാരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ കൃപയും സാന്നിധ്യവും അവരോട് കൂടിയിരിക്കണം. അവർ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരായി മാറട്ടെ. നിന്റെ മുഖം അന്വേഷിക്കുന്നവരായി മാറട്ടെ. എല്ലാ തരത്തിലുള്ള അടിമത്തങ്ങളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. കർത്താവെ, നീ നൽകുന്ന സ്വാതന്ത്ര്യവും വിടുതലും നന്മയും അനുഗ്രഹവും അവർ ഓരോരുത്തരും അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
സാമ്പ്രദായം മാവേലിക്കര എന്നൊരു കുടുംബം അറിയിച്ചിരിക്കുന്നു. അവർക്ക് കടബാധ്യതയുണ്ട്. ഒരു 50,000 രൂപയുടെ കടബാധ്യത. പക്ഷെ അതുപോലും അടച്ച് തീർക്കുവാനില്ലാതെ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ആ വിഷയം പ്രിയങ്കലയിലേക്ക് പ്രാർത്ഥനയായിട്ട് അറിയിച്ചു. ഇപ്പം നമ്മെ അറിയിച്ചിരിക്കുന്നത് അത് മുഴുവൻ അടച്ചു തീർക്കുവാൻ ദൈവം സഹായിച്ച് പ്രാർത്ഥിച്ചതിനും നന്ദി. വീടിൻ്റെ അടുത്ത് ഉള്ള സ്കൂളിലേക്ക് ഒരു ട്രാൻസ്ഫറിന് ഒത്തിരി നാളായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. പലരെ പോയി കണ്ടു, ഇതൊന്നും നടക്കാതിരുന്നു. അന്നേരം പ്രേം കേരളയെ കുറിച്ച് അറിയുന്നത്. പ്രേം കേരളയിൽ ചേർന്ന് വിഷയം പ്രാർത്ഥിക്കാനായിട്ട് അറിയിച്ചു. വീടിനടുത്തുള്ള സ്കൂളിൽ തന്നെ ട്രാൻസ്ഫർ കിട്ടിയെന്ന് 20/9/2020 അവർ അറിയിച്ചിരിക്കുന്നു. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, കഴിഞ്ഞ 24 മണിക്കൂറിൽ 12 മണിക്കൂർ ഞങ്ങൾ എഴുതിയെടുത്തതായ ഓരോ വ്യക്തിയുടെ പ്രാർത്ഥന വിഷയത്തെയും ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ദൈവിക സമാധാനം നിറവുണ്ടാകട്ടെ. പുതിയൊരാഴ്ചയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ അത് വിജയത്തിൻ്റെയും നന്മയുടേതും ഉയർച്ചയുടേതുമായി തീരട്ടെ. കർത്താവെ, തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഉറങ്ങേണ്ട സമയത്ത് ഉറക്കമില്ലാത്തവർക്ക് നല്ല ഉറക്കം നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന് സൗഖ്യമാണ്. കോവിഡ് രോഗികൾ സൗഖ്യമാകട്ടെ, ഹൃദ്രോഗികൾ സൗഖ്യമാകട്ടെ, ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ, മറ്റു രോഗികൾ സൗഖ്യമാകട്ടെ. We bless everyone in Jesus' name, that the blessings of the Lord will abound in each one of us, Lord. കർത്താവിന്റെ നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഓരോരുത്തരും നിറയപ്പെടട്ടെ. ശക്തീകരിക്കും, ബലപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ പിതാവേ, ചേർന്ന് അന്ത്യം എന്നോട് കൂടെ ചേർന്ന്